ഇന്നിപ്പോൾ നമ്മൾ ചോറും കറികളും ഒന്നും അല്ല കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്നാ പിന്നെ ചോറല്ലേ എന്നുള്ളത്. അപ്പോൾ ചോറ് കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മളൊരു വെറൈറ്റി സംഭവം കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം മനസ്സിലായി കാണുമായിരിക്കും കുറച്ച് പേർക്കൊക്കെ, പക്ഷേ അറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണേ ഇന്നപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത്. തൈരും പഴമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് ഇഷ്ടം ഉണ്ടായിരിക്കും, കുറച്ച് പേർക്ക് ഇഷ്ടമില്ലായിരിക്കും, ചിലവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. ഇത് നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോയി കഴിയുമ്പോൾ ചോറൊക്കെ ഉണ്ട് വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ഐസ്ക്രീമിനൊക്കെ പകരം, ഇപ്പോൾ കിട്ടുന്ന ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഐസ്ക്രീമിനൊക്കെ പകരം നമുക്ക് പണ്ട് തന്നുകൊണ്ടിരുന്നൊരു സാധനമാണ് കേട്ടോ ഈ തൈരും പഴവും. അപ്പോൾ നമുക്ക് തരുന്ന സദ്യയിൽ നമ്മൾ എല്ലാ പല കറികളും കൂട്ടി ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവസാനം നമ്മൾ കുറച്ച് ചോറിങ്ങനെ മാറ്റി വെക്കും കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ തൈരും പഴവും കഴിക്കാനായിട്ടാണേ. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നല്ലതായിട്ട് ഇങ്ങനെ എരിവൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു മധുരം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തൈരും പഴവും നൽകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ചോറുണ്ടല്ലോ, നമ്മുടെ സദ്യയിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചേക്കുന്ന ചോറെടുക്കും. അതിലേക്ക് കുറച്ച് ചെറിയ പുളിയുള്ള തൈരും അതുപോലെ പാളയംകൂടൻ പഴവും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ. ഞാനിപ്പോൾ അതാണ്ട് ചോറും പഞ്ചസാരയും തൈരും പഴവും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ച് തീർക്കാനായിട്ട് എന്ത് രസമാണെന്നറിയാമോ. കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ എരിവൊക്കെ വരുമല്ലോ, ആ കറിയുടെയൊക്കെ എരിവൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ എരിവും പോകും, നമ്മുടെ വയറിനൊക്കെ ഒരു സുഖവും കിട്ടും കേട്ടോ. ഇങ്ങനെ ദഹിക്കുന്ന പോലത്തെ ഒരു ഇത് തോന്നുമേ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും എന്താ ബുദ്ധിമുട്ട് പോലെ കേട്ടോ, അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടുള്ള ഒരു ഐസ്ക്രീമിനൊക്കെ പകരം ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും സദ്യയൊക്കെ കഴിച്ചാലും എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും അല്ലേ കിട്ടുന്നത്, ഇതൊന്നും കാണാനേ ഇല്ല. അപ്പോൾ ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക സുഖമാണ്. ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ, നമുക്ക് പഴയ ഒരു ഓർമ്മയിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ച് തീർന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ.